എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് സോൾലാൻഡ് എപ്പിസോഡ് 74 ആരംഭത്തിൽ ആദ്യം തന്നെ ടാങ്സൺ ഷിയാവിനെ നോക്കി പോകുന്നതാണ് കാണിക്കുന്നത്. ദൂരെ എന്തോ ഉണ്ട്, അതൊരു ടെൻ്റാണ്. അതെന്തോ മനസ്സിലാക്കി അവൻ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് അവൻ്റെ സ്പിരിറ്റ് പവർ ബ്ലൂ സിൽവർ പ്ലാന്റുമായിട്ട് മെർജ് അങ്ങനെ ചെയ്താൽ ഒന്നുകിൽ 5 കിലോമീറ്റർ ഉള്ളത് സെൻസ് ചെയ്യാൻ കഴിയും. അത് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ 1500 മീറ്റർ വരെ സിംഗിൾ ആയിട്ട് സെൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതുപോലെ ചെയ്യുന്നു. ഇപ്പോൾ അവൻ്റെ സോളല്ല, അവൻ്റെ സ്പിരിറ്റ് പവർ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കുറേ സോൾ ബിസ്റ്റുകളെല്ലാം പേടിച്ച് ഓടുന്നത് കാണുന്നത്. പർപ്പിൾ സ്പിരിറ്റായി വെച്ച് ടെൻറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് വരുന്നു. അവിടെ 20 സോൾ സെയിൻ്റ് ഉണ്ട്. ഇത് ഏത് ട്രൈബാണ് ഇത്രയും പവർഫുള്ളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് മാർഷൽ സോൾകളാണെന്ന് മനസ്സിലായത്. അവിടെ ഗുവാനെ നിൽക്കുന്നു. ഇത്രയും പേര് ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റർ ചെറുസന്തമോ അങ്ങനെ വരണമെങ്കിൽ അപ്പോൾ ഷിയാവാണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അത് കേട്ട് ദേഷ്യം, അവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ബ്ലൂ സിൽവർ ഡൊമൈൻ യൂസ് ചെയ്ത് ഷിയാവ് ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി എടുത്തു. എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവരറിയാതെ കടന്നു പോയിട്ട് ഷിയാവിനെ തിരയണം, സൗണ്ട് പോലും ഉണ്ടാക്കാതെ. ഇനി അഥവാ ചലഞ്ച് ചെയ്യേണ്ടി വന്നാൽ അത് ഒരു ചാൻസും ഇല്ല വിജയിക്കാൻ. വേറെ ഒന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്പിരിറ്റ് പവർ ഉപയോഗിക്കുന്നു. അത് കടന്നു പോകുമ്പോൾ അത് ഗുവാൻ സെൻസ് ചെയ്തു. ഞാൻ വിചാരിച്ചതുപോലെ സെൻസ് ചെയ്തു. ഇനി കഠിനമായ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു വരുന്നു. കൂടെ ഡെത്ത് ഡൊമൈൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആരടാ അത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഔറ കണ്ട് ഇത്ര അഗ്രസീവ് എന്ന രീതിയിൽ അവന്മാർ പേടിച്ച് അവനെ പിടിയടാ എന്ന് അതിലെ മെയിനായിട്ടുള്ള ആൾ പറയുമ്പോൾ ടാങ്സിന് ചുറ്റും വളഞ്ഞു. ആദ്യം തന്നെ ഫയർ വെച്ച് വിട്ട് അടിക്കാൻ വരുമ്പോൾ അത് തട്ടി മാറ്റിയിട്ട് പിറകോട്ട് പോകുമ്പോഴാണ് അവൻ ഫയറും പിറകിൽ രണ്ടുപേരും. അപ്പോൾ തന്നെ ഡെത്ത് ഡൊമൈൻ കൂടി യൂസ് ചെയ്തു. ആ വരുന്ന ഫയർ സ്റ്റോൺ കൂടിയാണല്ലോ, അത് ഫ്രീസാക്കി തറയിൽ വീണു. ബേക്കിലുണ്ടായിരുന്നവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആയി. എന്നിട്ട് മെയിൻ ആളിന് അടിക്കാൻ വരുമ്പോൾ അവനൊരു മാർഷൽ സോൾ ഫോം എടുക്കുന്നു. അതൊരു ഷീൽഡ് പോലെയുള്ള യാമത്തോട് പോലെയുള്ള എന്തോ ഒന്നാണ്, അത് ഷീൽഡ് എന്ന് പറയാം. മുള്ളുകളൊക്കെ സൈഡിലുണ്ട്. അതിൽ വന്ന് ചവിട്ടുമ്പോൾ ഇത്ര സ്ട്രോങ് ആയ പവറോ എന്ന് അവൻ ഒരു സോൾ സ്കില്ല് വെച്ച് ഗിയർ സ്ട്രൈക്ക് ആർമർ എന്ന ഒരു സ്കില്ല് യൂസ് ചെയ്ത് സ്പീഡിനെ ഇറങ്ങി ടാങ്സൺ അടുത്തേക്ക് വരുന്നു. എന്നാൽ ടാങ്സൺ അപ്പോൾ തന്നെ ഹോത്തിൻ ഹാമർ പുറത്തെടുത്ത് ഒറ്റയടി, എന്നിട്ട് വാരിപ്പറക്കി അടി തന്നെ. ഓരോ അടിയിലും അവൻ്റെ ആ ഷീൽഡ് പൊട്ടി പോകുന്നു. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഒരടി അടിക്കാൻ വന്നപ്പോഴേക്കും ഷൂവിൻ്റെ മൂൺ ബ്ലേഡ് തടഞ്ഞു. അപ്പോഴേക്ക് സിനിമയിൽ അവസാനം പോലീസ് വരുന്നത് പോലെ ബാക്കിയുള്ളവരും വരുന്നു. നീ ഹോത്തിയാൻ ട്രൈബിൽ നിന്നാണല്ലേ? അപ്പോഴേക്കും ഗുവാനും അവിടെ എത്തി. എന്തിനാ ഇവിടെ വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വരുന്ന എന്തിനാ? സോൾ ബിസ്റ്റിന് വേണ്ടി. ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ചേർന്ന് സോൾ ബിസ്റ്റിനെ പിടിക്കാനാണ് ഞാൻ വിചാരിച്ചത്. അതിന് നീ ഇവരെ അടിച്ചത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യണ്ടേ, നിങ്ങൾ വേർത്താണോ എന്ന് അറിയാൻ. എന്നാൽ പോരാ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഗുവാനാണെങ്കിൽ അങ്ങനെ പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ എന്ന് ടാങ്സൺ. നിൻ്റെ സ്പിരിറ്റ് പവർ ഞാൻ സെൻസ് ചെയ്തപ്പോൾ വളരെ സ്ട്രോങ് ആയിരുന്നു. ഹോത്തിയാൻ ട്രൈബിലെ ഡിസിപ്ലിൻസിന് റെയറായിട്ട് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. നിന്നെ ഇപ്പോൾ കണ്ട് നിന്നെ വെച്ച് ട്രൈബ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ പ്ലാനെങ്കിലോ? അത് പറയുമ്പോൾ ഞാൻ ഹോത്തിയാൻ ട്രൈബിലല്ല. എന്നാൽ ഹോത്തിയാൻ ഹാമർ കണ്ടിട്ട് അത് വിശ്വസിക്കാൻ മണ്ടാനല്ലല്ലോ. അപ്പോഴേക്കും ഓൾഡ് കോസ്റ്റും അവിടെ എത്തി. അത് ടാങ്സനും മനസ്സിലാക്കി. ഉറപ്പായും ഷിയാവിന് വേണ്ടി തന്നെയാണ് ഇവർ വന്നത്. ഓൾഡ് കോസ്റ്റ് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ വഴി എന്തോ ഒന്ന് പറഞ്ഞ് അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അവനെ പിടി എന്ന രീതിയിൽ ആക്ഷൻ ഇടുമ്പോൾ എല്ലാവരും പിടിക്കാനായിട്ട് വരുന്നു. എതിർക്കേണ്ടത് 2 ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റേഴ്സിനെയും 20 സോൾ സെൻറ്റിനെയും 2 സോൾ എംപററും. ഒരു അറ്റാക്കിന് തന്നെ ക്ലസ്റ്ററിങ് ക്ലാ എടുത്ത് റെഡിയായി. അപ്പോഴേക്കും താങ്ങി എന്ന് പറഞ്ഞ് ഹൊലീന. ഞാൻ അപ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് ഞാനാ നീ വന്നു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോലെ നിൽക്കുമ്പോൾ അവൾ മൈൻഡ് ചെയ്യാതെ പോയി. അവൻ ഒരു സെക്കൻഡ് സ്റ്റണ്ണ്. ഇവനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, എൻ്റെ ഫ്രണ്ടാണ്. ടാങ്ങി നീ എന്തിനാ ഇവിടെ വന്നേ? സോൾ ബിസ്റ്റിന് വേണ്ടിയാണ്, ഇത് ഡേഞ്ചറാണ് എന്ന് പറയുമ്പോൾ അതെ, എനിക്ക് 60 ലെവലായി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നു. എന്നെയാണോ എന്ന് എടുത്തു വയ്ക്കുമ്പോൾ എല്ലാവരുടെ ഒരു നോട്ടം. അല്ല, നമ്മളെയാണോ എന്ന്. അത് കേട്ട് ബാക്കിയുള്ള ഒരു സ്റ്റണ്ണ്. എന്നാൽ യാനിന് മാത്രം ദേഷ്യം. അത് കാരണം ഇവൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇവൻ എന്തോ മറയ്ക്കുന്നു. അടിക്കാനായിട്ട് നിൽക്കുമ്പോൾ സ്റ്റാർ ഫോറസ്റ്റ് മാർഷൽ സോൾ ഹാളിൻ്റെ വകയൊന്നുമല്ലല്ലോ, നീ എതിർക്കുവാണോ എന്ന് കടുപ്പിക്കുമ്പോൾ നീ മാർഷൽ സോൾ ഹാളായിരിക്കാം, ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഹുലിന എൻ്റെ ഫ്രണ്ടാണ്, നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് അവന് ദേഷ്യം വരുത്തിക്കാൻ വേണ്ടി അവളെ പിടിക്കുന്നു. അവൾക്കാണെങ്കിൽ നാണു. അത് കണ്ട് ഈഗോ എക്സ്ട്രീമായ യാനാണെങ്കിൽ അറ്റാക്ക്. എന്നാൽ അതൊക്കെ നിസ്സാരമായിട്ട് ചിരിച്ചിട്ട് ഹാമർ വെച്ച് അടിച്ചു മാറ്റുന്നു. ഒരെണ്ണം മുകളിലേക്കും എറിഞ്ഞ് പൊട്ടിക്കുന്നു. അത് എറിമിങ്ങും മനസ്സിലായി. അതിനുവേണ്ടി ആകണം
ഹുലീനെ അപ്പോൾ തന്നെ യാനിനെ വഴക്ക് പറയുന്നു. അവനാണെങ്കിൽ മാർഷൽ സോൾ ഹാളിൻ്റെ മിഷനാണ്, പുറത്തുനിന്ന് ആരെയും കയറ്റാൻ പറ്റില്ല, എന്നാൽ ഇവൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന് ഉറപ്പിച്ച് തന്നെ ഹുലീന. അവനാണെങ്കിൽ കടുപ്പായിട്ട് ദേഷ്യപ്പെട്ടു പോയി. ടാങ്സനോട് സോറി പറഞ്ഞിട്ട് എനിക്ക് ഡെത്ത് ഡൊമൈനെ കുറിച്ച് കൂടുതൽ അറിയാം, അത് നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ക്യാമ്പിൽ ഇന്നത്തേക്ക് നിൽക്ക് എന്ന് പറയുമ്പോൾ ഷൂയിനപ്പോൾ ഡെത്ത് ഡൊമൈനെ കുറിച്ച് നീ എന്തിനാ പറഞ്ഞേ, നീ ഇവൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവനാണ് എന്നെ നെതർവേൾഡിൽ നിന്ന് രക്ഷിച്ചത്, ഒരുമിച്ച് ഉണ്ടായിരുന്നത്. ഓ അപ്പോൾ അത് നീയാണല്ലേ എന്ന് പറഞ്ഞ് താങ്ക്സ്, എന്തെങ്കിലും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, എന്നാൽ ടാങ്ക്സ്, ഞാൻ എന്നാൽ വേറെ സ്ഥലം നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഓൾഡ് ഗോസ്റ്റ് തടഞ്ഞിട്ട് നിനക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് ഹുലീന വന്നിട്ട് സോപ്പിടല്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവനെ ഒന്നും ചെയ്യണ്ട. ഓൾഡ് ഗോസ്റ്റിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അവളെടുത്ത്. അപ്പോഴേക്കും ഗുവാൻ, അവൻ നിൽക്കട്ടെ, അവൻ്റെ സ്പിരിറ്റ് പവർ ഞാൻ സെൻസ് ചെയ്തു, അത് നമുക്ക് ഉപകാരപ്പെടും, നിന്നെ നമ്മളൊന്നും ചെയ്യില്ല, നീ സഹായിച്ചാൽ നിനക്ക് പറ്റിയ സോൾ റിങ് നമ്മൾ ഒപ്പിച്ചു തരും. അവിടുന്ന് കട്ടായിട്ട് എംപറർ മാർഷൽ സോൾ ഹാളിൽ ചെയ്തത് അറിഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ യൂഹി വന്നിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അവരുടെ കൂടെ കുറേ ട്രൈബ് സോൾ മാസ്റ്റേഴ്സും ചേർന്ന് നമ്മൾ എതിർക്കാൻ പോയാൽ നമുക്ക് തന്നെ പണി കിട്ടും, മനസ്സിലാണെങ്കിൽ ഇവിടെ കുറേ ഗാർഡ്സിനെല്ലാം കൂട്ടി എന്ന് വിചാരിക്കുന്നു. എംപറർ അപ്പോൾ ഫെൻജിയുടെ ക്യൂബാവോ ട്രൈബും മാസ്റ്ററിൻ്റെ ബ്ലൂ ലൈറ്റനിങ് ട്രൈബും മാർഷൽ സോൾ ഹാൾ തകർത്തു. ഞാൻ മരിക്കുന്നത് വരെ നോക്കിയിരിക്കണമെന്നാണോ? ഇപ്പോൾ കാമായിട്ട് ചിന്തിക്കണം, എൻ്റെ സ്ട്രോങ് ആയ ആർമീസ് ഉണ്ടല്ലോ, ഞാൻ എന്തിനു പേടിക്കണം? നിങ്ങൾ വിചാരിച്ചാൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും, അവർക്കെതിരെയുള്ള പേടിയല്ല, നമുക്കതിന് കഴിയില്ല. ഫെൻജി അപ്പോൾ മാർഷൽ സോൾ ഹാൾ എത്ര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. 20,000 സോൾ മാസ്റ്റേഴ്സും അതിൽ 10-ൽ കൂടുതൽ ഗ്രാൻഡ് സോൾഡൻ്റ് മാസ്റ്റേഴ്സും ഉണ്ട്, നമുക്കാണെങ്കിൽ അത്രയുമില്ല. എങ്കിലും ആർമി വെച്ച് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് സപ്പോർട്ടായിട്ട് ഗാർഡിയൻ നൈറ്റ് ഉണ്ട്. ആ ഗാർഡിയൻ നൈറ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ആൾക്കാരാണ്. അതുമല്ല അവരുടെ കീഴിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളും അവരുടെ സപ്പോർട്ടും അവർക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയവരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വേറെ വഴി എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് മാസ്റ്ററിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ പറയുന്നത്. അവരെ എതിർക്കുന്ന എല്ലാവരെയും കൂട്ടണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഷിംഗ്ലി എംപയറോ? അതെ, ആ 2 എംപയറും പരസ്പരം ഒന്നിച്ച് പോകില്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കുറച്ച് ടൈം കൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. നമ്മുടെ പ്രധാന എനിമി ഷിംഗ്ലി എംപയർ അല്ല, മാർഷൽ സോൾ ഹാളാണ്. മാസ്റ്ററിനോട് പുതിയ സോൾ മാസ്റ്റേഴ്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ട്രൈബ് പോയ വിഷമത്തിലാണ്, എങ്കിലും ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാം, വാറിന് വേണ്ടിയുള്ള നല്ല സ്ട്രോങ് ആയ സോൾ മാസ്റ്റേഴ്സിന് ഒരു പ്രധാന കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുന്നു. അവിടെ നിന്ന് കട്ടായിട്ട് സ്റ്റാർ ഫോറസ്റ്റ് ഓൾഡ് ഗോസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ ഹുലീന വന്നിട്ട് കാര്യം ചോദിക്കുന്നു. ടാങ്സൻ ഹോത്യാൻ ട്രൈബിൽ നിന്നാണ് എന്ന് അവർക്കറിയാം, എന്തോ ഒരു പ്രശ്നം കാരണം പുറത്തായതാണ്, അത് നീ ചോദിച്ചറിയും, നമുക്കത് ഹെൽപ്പാവും. അവർ ഇപ്പോൾ ഹൈഡാണല്ലോ, നമുക്ക് ഇവൻ വഴി കണ്ടുപിടിക്കാം. അവൾക്കത് ചോദിക്കാൻ മടി, വേറെ രീതിയിൽ എടുക്കുമോ എന്ന്. അപ്പോൾ നിന്റെ ഫീലിങ്സ് നിന്നെ മറയ്ക്കുന്നു, അത് അറിയാവുന്നത് കൊണ്ടാണ് അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. അത് കേട്ട് അവൾക്കാണെങ്കിൽ നാണം. ടാങ്സൺ ടെൻറ്റിൽ വരുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു. ഇതാണ് നിനക്ക് പറ്റിയ സമയം, അവനെ പിടിക്കണം. പിടിച്ചാൽ പിടിവിടരുത്. അവൻ്റെ ഐഡൻറ്റിറ്റി അറിഞ്ഞാൽ അത് പ്രശ്നമാണ്. അവനോട് മാർഷൽ സോൾ ഹാളിൽ ചേരാൻ പറ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നീ ഹുലീനയുടെ കൂടെ ക്ലോസ് ആകരുത്, അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നിനക്കതിന് കഴിയുമോ? അവനാണെങ്കിൽ ദേശത്ത് നിൽക്കുമ്പോൾ ഗുവാൻ തടഞ്ഞിട്ട് പോയി കിടന്നുറങ്ങ്, നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യണം. അവനും അവനെ തട്ടിയിട്ട് പോയി. അതിനുശേഷം രാവിലെ ഞാൻ ഫുഡ് കൊണ്ട് ടെൻറ്റിലേക്ക് കയറുന്നു. അതേസമയം ടാങ്സൻ്റെ ടെൻറ്റിലാണെങ്കിൽ ഹുലീന വന്നിട്ട് അവൾ ഫുഡ് കൊടുക്കുന്നു. ഇങ്ങനെ ആയതിൽ സോറി. അപ്പോൾ ടാങ്സൻ മാർഷൽ സോൾ ഹാളുമായിട്ട് ജോയിൻ ചെയ്യാൻ പറയാൻ വന്നതാണ്. അവളെ ഒന്ന് പൊക്കി പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഇത്രയും സ്ട്രോങ് ആയ സോൾ മാസ്റ്റേഴ്സിനെ കൊണ്ട്? അത് കേട്ടിട്ട് അവളെ രഹസ്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അവൻ വിചാരിച്ചതുപോലെ ഷിയാവിനെ പിടിക്കാനാണ് വന്നത്. അവക്കാണെങ്കിൽ അവനോടുള്ള പ്രേമം കാരണം എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ വന്നത് അവളുടെ ടെൻറ്റിലായിരുന്നു. അവളെവിടെ പോയി? അവളാണെങ്കിൽ നീ ഒരുപാട് മാറി, നിന്റെ പേഴ്സണാലിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന് ചമ്മലോടെ. നീയും അതുപോലെ തന്നെ ബീബി തോങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഹീനിയ സ്പിരിറ്റ് കൺട്രോൾ ആക്കാൻ വേണ്ടി എന്ന് അവൾ പറഞ്ഞിട്ട്. എന്നാൽ ടാങ്സൺ അപ്പോളെ തുടങ്ങി, ഞാൻ നെതർവേൾഡിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഹീനിയ സ്പിരിറ്റ് ഇല്ലാതായി, അതുകൊണ്ട് ട്രൈബ് തകിടം മറിഞ്ഞു, അതുകൊണ്ട് തന്നെ എന്നെ പുറത്താക്കി തള്ളി വിടുന്നു. അവളാണെങ്കിൽ അത് വിശ്വസിച്ച് അവനോട് പാവം തോന്നിയിട്ട് മാർഷൽ സോൾ ഹാളിൽ ചേർന്നാൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്യിക്കാം, അതിന് അവളുടെ ടീച്ചർ സമ്മതിക്കും എന്ന് പറഞ്ഞ് നൈസായിട്ട് വലിക്കാൻ തോന്നുന്നു. അങ്ങോട്ട് മാറിയിരി എന്ന പോലെ എനിക്ക് കഴിയില്ല, എന്ത് തന്നെയായാലും അത് എൻ്റെ ട്രൈബാണ്, മാർഷൽ സോൾ ഹാളും ഹോത്തൻ ട്രൈബും ഒരിക്കലും ഒന്നും ചേരില്ല. അവൾ പിന്നെ നിർബന്ധിച്ചില്ല. അതൊക്കെ കേട്ട് കലി വന്ന ഞാൻ അടിക്കുമെന്ന് നോക്കിയാൽ ആ ഫുഡ് വാരി തന്നിട്ട് അത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോയി.
ഗുവാൻ വന്നിട്ട് പോകാം, അവരോട് നമ്മുടെ ടാർഗറ്റ് സ്റ്റാർ ഫോറസ്റ്റിന്റെ സെന്ററിലായിട്ടാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ഓൾഡ് ഗോസ്റ്റ് ഗുവാനോട് പയ്യെ നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തു, അവൻ ട്രസ്റ്റബിൾ ആണ്. അപ്പോഴാണ് ടാങ്സന്റെ പ്ലാൻ ഇതായിരുന്നു, ബ്ലൂ സിൽവർ ഡൊമൈൻ യൂസ് ചെയ്ത് സെൻസ് ചെയ്യിപ്പിച്ച് ഇവരുടെ കൂടെ കയറണം. അതിനു മുൻപ് ഹോത്യാൻ ട്രൈബിൽ നിന്നാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇനി അടുത്തത് ബ്ലൂ സിൽവർ ഡൊമൈൻ യൂസ് ചെയ്യാൻ പോകുന്നു. അവൻ്റെ സ്പിരിറ്റ് പവർ പോയിട്ട് സ്റ്റാർ ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലായിട്ട് എത്തി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നു. എത്തുമ്പോഴാണ് അവിടെ എർമിങ്ങും ഡാമിങ്ങും. അവരെ കണ്ട് ടാങ്സൻ ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ടാങ്സൻ ഡാമിങ്ങിനെ കാണുന്നത്. എർമിങ്ങിനെ മുൻപ് കണ്ടിട്ടുണ്ട്. ടാങ്സന്റെ സ്പിരിറ്റ് പവർ ഡാമിങ്ങെ സെൻസ് ചെയ്തു. അപ്പോൾ തന്നെ എന്തോ ഒരു പവർ വെച്ച് അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞ്. അവൻ അതിൽ നല്ല പരിക്ക് പറ്റി. എന്തു പറ്റി എന്ന് പറഞ്ഞ് കുലീന് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഫൂ എന്നൊരു സൗണ്ട്. പവർഫുൾ ആയ ഔറയും. ഇത് 2 സോൾ ബീസ്റ്റിന്റെ ഔറയാണ്. അപ്പോൾ ഷിയാവ് ഇവിടെ എവിടെയുണ്ട് എന്ന് മനസ്സിലായി. പെട്ടെന്നാണ് ഷിയാവിന്റെ സൗണ്ട്, വെൽക്കം ടു സ്റ്റാർ ഫോറസ്റ്റ് എന്ന്. അത് കേട്ട് ടാങ്സൻ അവസാനം എങ്ങനെ അവളെ രക്ഷിക്കണം എന്ന്. അവളാണെങ്കിൽ എന്നെ ഒരുപാട് നാളായിട്ട് തിരയുകയാണല്ലോ, ഇപ്പോൾ എന്നെ കണ്ടുപിടിച്ച്, എന്നിട്ടെന്താ വരാത്തേ? ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് അവർ പോകുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെ കണ്ട്. അത് തന്നെ എർമിങ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷിയാവ് കുട്ടി. ഇത്രയും ഗ്രാൻഡ് സോൾനാറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിട്ട് ടാൻഗോയ്ക്ക് മാത്രമാണ് ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതെങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ എൽഡർ ടോക്കൺ വെറുതെ കിട്ടില്ല. അത് കാട്ടി പോയിട്ട് പവർഫുൾ സോൾ ബീസ്റ്റിനെ കൊല്ലുമ്പോഴോ അല്ലെങ്കിൽ തോൽപ്പിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ടാൻഗോ ഹോത്യാൻ ട്രൈബിന് വേണ്ടി പോയി ഈ ബീസ്റ്റിനെ തോൽപ്പിച്ചിട്ടുണ്ട്, എന്നാൽ കൊല്ലാനൊന്നും പറ്റിയില്ല. അത് ഇതിൽ പറയുന്നൊന്നുമില്ല, ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയാണ് പറഞ്ഞത്. ഷിയാവിനെ കണ്ട് അവളെങ്ങനെ ഇവിടെ വന്നു എന്ന് അവനിപ്പോഴാണ് മനസ്സിലായത്. അന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവളെ ഉപദ്രവിക്കാനല്ലായിരുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു എന്ന് വരണ്ട എന്ന രീതിയിൽ കാണിച്ചത്. ആ എർമിങ് ആണെങ്കിൽ ഒരു ഗർജന ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരുപാട് സോൾ മാസ്റ്റേഴ്സ് പറന്നുപോയി. എന്നാൽ സോൾ എംപറർ ഒന്നും പോയില്ല. അതങ്ങനെയാണ്. ഷിയാവിനെ കണ്ട് ടാങ്സൻ മതിമറന്ന് നിൽക്കുന്നു. അത് കണ്ട് ബ്യൂട്ടി കുലിനിയായാൽ അവൾക്ക് സങ്കടം. മാർഷൽ സോൾഹാൾ ഇന്ന് നിങ്ങളുടെ അവസാനം എന്ന് ടെർഫിക്കായിട്ട് ഷിയാവ്. എന്നിട്ട് ആ സൈഡിലേക്ക് മാറി നിൽക്കുന്നു. അതൊരു ഔറ വിട്ടതും ആർക്കും മുന്നോട്ട് പോട്ടെ ഒന്ന് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നത് അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഓക്കെ, ബൈ.